ഹാപ്പി വെൽക്കം ടു SJS. ഞാൻ ജിൻസി. നിരാശ മാറ്റി നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കി മാറ്റാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നിരാശപ്പെടാറ്, സങ്കടപ്പെടാറുണ്ട്. അങ്ങനെ നാം എപ്പോഴും നമ്മുടെ ജീവിതം ഒരു ഡിപ്രഷനിലും ടെൻഷനിലുമാക്കി തള്ളി നിൽക്കുന്നു. അതിനു പകരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും അതിന് നന്ദി പറയാനും നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം കുറെ കൂടി ഭംഗിയായിട്ട് മാറും. അതിനാൽ നമുക്ക് ചെയ്യാവുന്ന ചില ചെറിയ ചെറിയ ടിപ്സ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഒന്നാമത്തേതായി, നമുക്ക് രാവിലെ ഉറക്കം വരാൻ സാധിക്കുമ്പോൾ തന്നെ അതിന് നന്ദി പറയുക. നമുക്ക് ഒരു പ്രഭാതം കൂടി കാണാൻ അവസരം കിട്ടി. ഇന്നലെ ഉറങ്ങിയവരിലും ഇന്ന് രാവിലെ എഴുന്നേൽക്കാത്ത എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട്. അതിന് പകരം നമുക്ക് പുതിയ ഒരു പ്രഭാതം കാണാൻ സാധിച്ചു. അതുപോലെ നമ്മൾ എടുക്കുന്ന ഓരോ സാഹസത്തിനും നമുക്ക് നന്ദി പറയുക. നമ്മൾ നിലത്തോട്ട് കാല് വെക്കുമ്പോൾ, എഴുന്നേറ്റ് കാല് വെക്കുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റുന്നു, നമുക്കത് നന്ദി പറയാം. നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നു, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഓരോരോ നിസ്സാരമായ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടെ നന്ദി പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം തന്നെ ഇല്ലാതാവുകയും നമ്മുടെ ജീവിതം സന്തോഷപൂർവ്വമായി തീർക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് കിടക്കാനൊരു വീടുണ്ട്, അതിൽ മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അന്നു വേണ്ട ഭക്ഷണം നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. ഇങ്ങനെയുള്ള ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അതാത് സമയത്ത് നന്ദിയോടുകൂടി നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് കുറച്ചുകൂടി ഭംഗിയായി സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ നല്ല ഒരു മാനസികാവസ്ഥയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ബന്ധങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ സമ്പത്തിന് നമുക്ക് നന്ദി പറയാം. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു പ്രായം വരെ എത്താനായിട്ട് നമ്മൾ ആരൊക്കെയോ നമുക്ക് വേണ്ടി ഒട്ടേറെ പണം ചെലവാക്കിയിട്ടുണ്ട്. ആ പണത്തിലെല്ലാം നമുക്ക് നന്ദി പറയാം. ഇതുവരെ നമ്മൾ ചെലവാക്കിയ ഒട്ടേറെ പണമുണ്ട്. നമ്മുടെ ഈ വീട്, അതിനുവേണ്ടി മുടക്കിയ പണം, നമ്മുടെ വിദ്യാഭ്യാസം, അതിനുവേണ്ടി മുടക്കിയ പണം, നമ്മുടെ ഡ്രസ്സ്, അതിനുവേണ്ടി മുടക്കിയ പണം, നാം ദിവസവും കഴിക്കുന്ന ഭക്ഷണം, അതിനുവേണ്ടി നമ്മൾ മുടക്കിയ പണം, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പണത്തിനും നമുക്ക് നന്ദി പറയാം. അതുപോലെ നമ്മുടെ ആരോഗ്യം, വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് നന്ദി പറയാം. നമ്മുടെ നല്ല ഒരു സാഹചര്യത്തിന്, നമ്മുടെ സമാധാനപരമായ ജീവിതത്തിന് നമുക്ക് നന്ദി പറയാം. പിന്നെ നമ്മൾ നന്ദി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബന്ധങ്ങൾ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചുറ്റുമുള്ള അധ്യാപകർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽക്കാർ, ഇങ്ങനെയുള്ള ഒട്ടേറെ റിലേഷൻഷിപ്പ് നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു ബന്ധങ്ങൾ കാരണമാണ് നമ്മൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ബന്ധങ്ങളിലുള്ള നന്മകളെ നമുക്ക് കണ്ടെത്തി അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുവാനും അതിനെ കുറെ കൂടി ഭംഗിയുള്ളതാക്കാനായിട്ടും നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ഓരോരോ കാര്യത്തിനും നമുക്ക് നന്ദി പറയാം. നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾക്ക് കാരണമാകുന്ന പ്രശ്നങ്ങൾക്ക് പകരം ഓരോ വ്യക്തിയിലുമുള്ള നന്മകളെ കാണുവാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുവാനും നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് കുറെ കൂടി ഭംഗിയുള്ളതാക്കി മാറ്റാൻ സാധിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി പ്രകാശിപ്പിക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എല്ലാ ദിവസവും എഴുതുക എന്നുള്ളത്. രാവിലെ ഉറക്കമുണരുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് ലഭിച്ച ഒരു 3-4 കാര്യങ്ങൾ നമുക്ക് എഴുതാം. അങ്ങനെ നമുക്ക് നന്ദി പറയാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഓർത്ത് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിന്, നെർവസ് സിസ്റ്റത്തിന് അതൊരു കാമിങ് പ്രോസസ്സായി മാറും. നമുക്ക് കുറെ കൂടി കൂളായും ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വരുന്ന നന്മകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുവാനും, അങ്ങനെ നമ്മൾ നന്മകളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് കൂടുതൽ നന്മകൾ എത്തിച്ചേരുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ നന്ദി പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കൂടുതൽ സന്തോഷം ലഭിക്കുകയും നമുക്ക് മനസ്സിന് ഒരു ശാന്തത ലഭിക്കുകയും ചെയ്യും. നമുക്ക് ആൻസൈറ്റി കുറയ്ക്കുവാനും ഡിപ്രഷനിലേക്ക് നമ്മുടെ ജീവിതം പോകാതിരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി നന്ദിയോടുകൂടി ഓരോ കാര്യങ്ങളെയും കാണുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം കുറെ കൂടി കാമാവുകയും നമുക്ക് പിന്നീടുള്ള നമ്മുടെ ജീവിതം സന്തോഷകരമായി ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും നന്ദിയോടെ ഓരോ നിമിഷവും മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനും നമ്മുടെ ലോകത്തുള്ള നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും നന്ദിയോടുകൂടി സ്വീകരിക്കുവാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുവാനും സാധിക്കും. നാം നമുക്കുള്ള നന്മകളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ നമ്മളിലേക്ക് എത്തുന്ന നന്മകളുടെ അളവ് കൂടും. നാം എപ്പോഴും നമ്മുടെ ചിന്തയിൽ നമ്മുടെ മുന്നിലുള്ള നന്മകളാണ് നമ്മൾ കൂടെ ചിന്തിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായി വന്നു ചേരുകയും നമുക്ക് കൂടുതൽ നന്ദി പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും നന്ദിയുടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാം. പരസ്പരം എല്ലാവർക്കും ഒത്തൊരുമയോട് കൂടി ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിപൂർണ്ണമായ ഒരു ജീവിതം കെട്ടിപ്പടുത്ത് കൂടുതൽ നന്മകൾ ഉണ്ടാകാനായിട്ട് എല്ലാവർക്കും ശ്രമിക്കാം. താങ്ക് യു.